ഹലോ മക്കളെ, കുറേ കാലമായി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടോ. ഏകദേശം ഒരു മാസമായി ഇന്നത്തേക്കില്ലേ. അപ്പോൾ ഒന്നാമത് നമുക്ക് വീഡിയോ എടുക്കാനും തോന്നില്ല, ഇടാനും തോന്നില്ല, ഒന്നിനും തോന്നാറില്ല കേട്ടോ. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കൂടെ കാര്യങ്ങളിലൊക്കെ കൂടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ തന്നെ റൂമും കാര്യങ്ങളൊക്കെ ആകപ്പാടെ കൂടെ വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇതിനൊക്കെ ശേഷം കുറച്ച് കാലമായാലും ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടോ. എന്നാൽ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫോൺ അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ വെച്ചിട്ടോ. അങ്ങനെ വെക്കുന്ന സമയത്താണ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ സമയത്ത് പിന്നെ പാറു മാത്രമുള്ള ഫോൺ കണ്ടിട്ടുള്ളത്, മറ്റാരും കണ്ടിട്ടൊന്നുമില്ല, ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഓള് ഫോൺ കണ്ടേക്കുള്ള ചാടിക്കളി. ആൾക്ക് പനിയൊക്കെ ആയിരുന്നു കേട്ടോ. പനിയൊക്കെ ആയി ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. ഒക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങളിട്ടൊന്ന്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഒക്കെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടി. കൗണ്ട് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അസുഖമൊക്കെ മാറിയപ്പോൾ പിന്നെ തുടങ്ങിയില്ല ഞങ്ങളെ കളി. ഇതാണ് ഞങ്ങളെ പരിപാടി കേട്ടോ. പിന്നെ ഓള് യൂട്യൂബിൽ എന്താ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്തൊക്കെ വീഡിയോസൊക്കെ ഓണാക്കിയിട്ടൊക്കെ വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാറും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഓളൊപ്പം കുറച്ച് നേരം ഒന്ന് ആക്റ്റീവ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നു. പിന്നെ വിചാരിച്ചു പിന്നെ അതിന് നേരം നിന്നാൽ നമ്മളെ പണിയൊന്നും ഒരിക്കലും നടക്കില്ല എന്നിട്ട് ഞാൻ ഈ ഒരു കട്ടിൽ കുറേ കാലമായിട്ടോ, ഒരു 2 മാസത്തോളമായി ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട്. അപ്പോൾ ഇതിനൊന്ന് നേരെ ചൊവ്വാക്കി എടുക്കണം എന്നുള്ള പ്ലാനിലാട്ടോ. അപ്പോൾ നിലത്താണ് കിടക്ക വിരിക്കൽ. കാരണം നമ്മുടെ ദേവൂട്ടം കട്ടിൽ മതി ചാടും എന്നുള്ളതിലാട്ടോ. അപ്പോൾ നിലത്തായിരുന്നു വിരിച്ചിരുന്നത്. ഇനി അത് മാറ്റിയിട്ട് നേരെ കട്ടിൽ വെക്കുക വിചാരിച്ചിട്ടോ. മറ്റേ കിടക്ക പ്ലെയിനായിട്ട് ഇടുക. കിടക്കുകയാണെങ്കിൽ ഒരു ജാമ്പുവാൻ്റെ കിടക്കയായിരിക്കണം. 5-10 കൊല്ലം ആവാനായി കിടക്കേണ്ടത് വഴക്കം. പിന്നെ പറഞ്ഞാൽ 3 മക്കളും പിന്നെ ഓരോ ചേച്ചി മുത്തലൊക്കെ വല്ലാതാക്കി കിടക്കൊക്കെ പറ്റി അങ്ങോട്ട് കിടന്നിട്ടുണ്ടോ. ഈ കിടക്കൊക്കെ മാറ്റിയിട്ട് വേണം. കയ്യിൽ 10 ഉറുപ്പ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു അലമാര വാങ്ങിയെന്ന് പറയും ഞാൻ കേട്ടോ. കാരണം ഇവിടെ അലമാര ഇല്ലാത്തതിൻ്റെ ഷോക്കേസ് ഉണ്ട്. അത് ഷോക്കേസ് ഒന്നും ബോർഡ് അടിക്കാത്തത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട്. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി താമസം എല്ലാ പണികളും കഴിഞ്ഞിട്ട് പിന്നെ ഷോക്കേസ് ഒന്നും അത്യാവശ്യമല്ലല്ലോ. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേലെ അമ്മേൻ്റെ ഒരു പഴയ അലമാര ഉണ്ട്, അതിൽ കൊണ്ട് വെക്കില്ല കേട്ടോ. നല്ല സാധനങ്ങളൊക്കെ ഉള്ളത് ബാക്കിയൊക്കെ അങ്ങനെ ഇതേപോലെ അങ്ങനെ വെക്കും. പിന്നെ ഇവിടെ തുണികളൊക്കെ മടക്കി വെച്ചാലും എൻ്റെ മക്കൾ ഇതൊക്കെ പരത്തി ലെവലാക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റൂമിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇതാക്കട്ടെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നാൽ നമ്മൾ തന്നെ പറ്റ അങ്ങോട്ട് കുഴങ്ങി ആകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു പണിയും കൂടി നടക്കില്ല. പിന്നെ എൻ്റെ 3 ഞങ്ങൾക്ക് അറിയാലോ, 3 ആൾക്കാർ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അറിയണം, 3 ആൾക്കാരും ഒരേപോലെയാണ്. പിന്നെ ഞാനൊക്കെ ആദ്യം വിചാരിച്ചില്ലേ ആദ്യത്തെ കൺമണിയൊക്കെ ഉണ്ടാവും, കുറേ വൈകില്ല എനിക്കൊന്നും കുട്ടികളുണ്ടാവില്ല അല്ലോ, ഇനി എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ദയവായിട്ട് അനുഗ്രഹിച്ചും അതോടൊപ്പം തന്നെ ഒരുപാട് മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ആദ്യം കൺമണി പാറും ഉണ്ടാവുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ കുട്ടി ഇനി ഇത് വേഗം നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 2ാം കൺമണിയായ ചാരുവും വന്നിട്ടോ. പിന്നെ 3ാം കൺമണി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ. അപ്പോൾ 3 മക്കളായി ഗൈസ്. അപ്പോൾ കുട്ടികളില്ല എന്നുള്ള വിഷമിക്കുന്ന ആൾക്കാർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്, സുന്ദരമണികളൊക്കെ കിട്ടും കേട്ടോ. ആരും പേടിക്കേണ്ട, സങ്കടപ്പെടുന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ റൂമിലെ കട്ടിലും കിടക്കയും ഒക്കെ ഒന്ന് വൃത്തിയാക്കില്ല. കട്ടിലൊക്കെ അത്യാവശ്യം പൊളിഞ്ഞാടാനായിട്ടുണ്ട് കേട്ടോ. മറ്റേ ഇപ്പൊക്കെ കട്ടിലെന്ന് പറഞ്ഞാൽ എന്താ പിന്നെ പറയുക, സാധനമാണല്ലോ. ഏത് സാധാ മരം നല്ലല്ലോ ഇപ്പോൾ അടിയിലിട്ട സംഭവം കേട്ടോ. എന്തായാലും പറയാൻ ഞാൻ പെരുമാറുന്നു കേട്ടോ. എനിക്കറിയും ഇതുണ്ട് നിശ്ചയമുള്ളവർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി കട്ടിലും വെക്കി കിടക്കൊക്കെ ഒന്ന് വെക്കണം, എന്നിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ. അപ്പം ഞാനവിടെ ജനലൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജനൽ തുറന്നപ്പോഴാണ് നമ്മൾ സ്വർഗത്ത് പോയ പോലെ വെളിച്ചം ഇങ്ങോട്ടങ്ങോട്ട് വന്നിട്ടേ അത് നമുക്ക് ആരെങ്കിലും വെളിച്ചം വന്നപ്പോൾ ഞാൻ പറയാം എന്തല്ലേ അവിടുത്തെ വെളിച്ചം അങ്ങനെ പ്രകാശം മാത്രം. അപ്പോൾ നല്ല വെയിലുണ്ടായിട്ടോ, പുറത്ത് നല്ല വെയിലാണ്. ഇനി ആരും പാറുവിനും കട്ടിലിട്ടപ്പോൾ സ്റ്റേജാണ്, പക്ഷെ ആരും കളിക്കാൻ നമുക്ക് സ്റ്റേജിന്മേ അത് പറയേണ്ട താമസം. 3ാം കൺമണി ദേവീടെ കയറുന്നുണ്ടല്ലേ പോയിട്ട് പോക്കണ്ടെങ്കിൽ. അപ്പം ഏതായാലും കട്ടിലിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഓന് കട്ടിൽ ചാടിൽ വിളിക്കും. ഇപ്പം അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ വിളിക്കും കേട്ടോ, അമ്മ വിളിക്കുക. അപ്പം പിന്നെ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ മറ്റേത് എന്നാലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉരുണ്ടെടുക്കലാണ്, ഒരു പേടിയായിരുന്നു.
അപ്പം അങ്ങനെ കട്ടിലങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കിടക്കിടണം. ഇവരെ ചാടിക്കളിയൊക്കെ കഴിഞ്ഞ് കിടക്കടല്ലേ എപ്പോഴാവുമോ എന്ന് വിചാരിച്ചാണ്ട് ഇങ്ങനെ ചിന്തിക്കട്ടെ. ഞാൻ കുറേ പറയാൻ മാറിക്കോളി ഇത് എടുക്കട്ടെ, എനിക്ക് സമയമില്ല, ഓരോ പണിയെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം തുണി മടക്കി വയ്ക്കാൻ. അച്ഛനൊക്കെ തുണി ഉണക്കിയൊക്കെ കൊടുന്ന് വെച്ചത് ഇങ്ങനെ ഒന്നായിട്ട് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് മൂലയ്ക്ക് കൂട്ടി വെച്ചതാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് ലെവലാക്കാണ്ട് നിങ്ങൾ ഇറങ്ങി ഇവർക്ക് എന്താ ഇറക്കം വരും. വല്ല സന്തോഷത്തിൽ ചാടി കളിക്കാൻ സ്റ്റേജൊക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോലെ മൂപ്പര് അതിനും വലിയ കളിയില്ല കേട്ടോ. ഓനൊന്ന് ഇറങ്ങാൻ നോക്കും, ഒന്ന് കയറാൻ നോക്കും, ഇറങ്ങാൻ നോക്കും, കയറാൻ നോക്കും. ഇതന്നെയാണ് ഒരു പരിപാടി കേട്ടോ. അങ്ങനെ എന്ത് സംഭവത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആദ്യം ഒന്ന് കൈ എത്തുണ്ടോ നോക്കും നിലത്ത് കേട്ടോ. വളവത്തരൊക്കെ നമ്മളെ പോലെ തന്നെ ഒരു നന്നായിട്ടുണ്ട് കേട്ടോ. ഏതായാലും ദുനിയാവിൽ മക്കളൊന്നും ഇല്ലാന്ന് വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ മക്കളൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ. ഉണ്ടാകുമ്പോൾ ഇതേപോലെയൊക്കെ 3 ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ രസം എന്താണെന്ന് അറിയുള്ളൂ കേട്ടോ കേസ്. അപ്പോൾ അവനോട് ഫോണിനെ വെച്ചത് കണ്ടിട്ട് കേട്ടോ മെല്ലെ ഒന്ന് പൊക്കണം എന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ നിൽക്കാം കേട്ടോ. എത്തണില്ല. എന്നാൽ പിന്നെ ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല. എന്നാൽ കുറച്ച് നേരം ഇവിടെ കളിക്കാനിട്ട് ഓനും തന്നെ ഇങ്ങനെ കളിക്കാനുള്ള മൈൻഡിൽ ഇങ്ങനെ മക്കളെ മാറിക്കും മക്കളെ ഈ ജാമ്പുവാനെ കിടക്കുന്ന എടുത്തിടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ മറ്റോന് എന്നിട്ട് ഓന് ഇറങ്ങാൻ വരിക കേട്ടോ. എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഇറങ്ങണ ചോദിച്ചു. എനിക്ക് ഇറങ്ങുന്നത് കണ്ടിട്ട് തലോട്ട് എന്നിട്ട് ഓനെ ഇറക്കട്ടെ എന്നെ അങ്ങനെ വെച്ചിട്ടോ. ഇങ്ങനെ ഇറക്കിയപ്പോൾ ഓന് ചോദിച്ചു ഓന് മൈൻഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചാടി കളിക്കാൻ പിന്നെ അങ്ങോട്ട് തന്നെ കയറണം, ഒന്നുകൂടി ഇറങ്ങി നോക്കുക, അതൊരു രസമല്ലേ. അതിൻ്റെ കൂടെ ഫോണ് കണ്ടിട്ടോ. ഫോൺ ഇനി ഇപ്പം എടുക്കണ്ട, എന്നാൽ കുറച്ച് നേരം ഒന്നുകൂടി കയറട്ടെ വിചാരിച്ചിട്ട് അത് എടുത്ത് വയ്ക്കാനൊക്കെ നോക്കണ്ട്. സംഭവം പിന്നെ കയറാൻ വയ്ക്കില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ പാറും മറ്റൊരു ഫോണ് ദേവേ ഫോണുണ്ട് ഇവിടെ, അങ്ങോട്ട് നോക്കടാ ഫോണുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് കാട്ടി കൊടുക്കുന്നുണ്ടോ. ഞാൻ കാട്ടി കൊടുക്കലേ പാറപ്പ് കൊടുക്കുക. വീണ്ടും പോയിട്ട് കയ്യിലെടുത്ത് കാണിച്ചൊക്കെ ഇവിടെ ദേവേ. അതിനിടയിൽ കൂടെ വന്ന് ഫോണൊക്കെ വന്നെടുത്ത് അതൊക്കെ ഒന്ന് ചാടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം മക്കളൊക്കെ ഉറക്കിയതിന് ശേഷമാണ് ഈ ഒരു പരിപാടി എന്ത് തുണി മടക്കി വയ്ക്കൽ. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു പണിയാണ് തിരുമ്പ മടക്കി വയ്ക്കുക, അതാക്കുക കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ള പണി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുക, അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. ഇഷ്ടം തന്നെ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് എൻ്റെ പേരെ ചെയ്യുന്നതിനുള്ള അവസരം ഇവിടെ പിന്നെ അച്ഛൻ അമ്മയ്ക്കൊക്കെ അമ്മേനാണ് എല്ലാ പണി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴേലൊക്കെ പണിയെടുക്കാനുള്ളൂ കേട്ടോ. എനിക്കിപ്പോൾ പണി തരാൻ എൻ്റെ മക്കളുള്ളതുകൊണ്ട് പിന്നെ എപ്പോഴും ഒരു പണിയാണ്. നേരം വിളിക്കാൻ വരുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും കേട്ടോ. 3 ഉണ്ടല്ലോ, 3 പാച്ചി തന്നപ്പോലെ 3 കൂടെയാണ് പറഞ്ഞത്. അതേപോലെയാണ്. പിന്നെ പാറുവിനെ അങ്കനവാടിക്ക് കൊണ്ടാക്കിയാൽ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആശ്വാസമാണ് കേട്ടോ. പിന്നെ ചാരു ഉള്ളത്, പിന്നെ ചാരു ഉള്ളതായ കളികളിലൊക്കെ കൂടെ ഇങ്ങനെ പോകും. അപ്പം അങ്ങനെ ഫോൺ കാണാൻ പാടില്ല, ഫോണാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഇങ്ങനെ അതിനാണ് ഞാൻ ദേഷ്യപ്പെടുക കേട്ടോ ഏറ്റവും കൂടുതലും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. മറ്റു വീഡിയോസായിട്ട് മറ്റു ദിവസം വരുന്നു പ്രതീക്ഷിക്കുക. ചിലപ്പോൾ ഞാൻ അടുത്ത മാസം അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്കിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞു കേട്ടോ. ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയട്ടെ. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കേട്ടോ. പിന്നെ നാളെ വീഡിയോ ഇടുക. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ടൊക്കെ എല്ലാവരുടെയും സ്നേഹപൂർവ്വം